ഹായ് ഡിയർ, വെൽക്കം. റിലേഷൻഷിപ്പ് ഹീലിംഗ് സീരീസിൻ്റെ തേർഡ് വീഡിയോ ആണ്. അപ്പോൾ ഇതുവരെ നമ്മൾ വന്ന യാത്രയിൽ മനസ്സിലാക്കിയിട്ടുണ്ട് പോസിറ്റീവ് വേർഡ്സിൻ്റെ, പോസിറ്റീവ് തോട്ട്സിൻ്റെ ഒക്കെയും ഇമ്പോർട്ടൻസ് എന്താണെന്ന്. അപ്പോൾ ഏതു കാര്യത്തെക്കുറിച്ചും എന്നെക്കൊണ്ട് സാധിക്കും, എനിക്ക് കഴിയും, അതല്ലെങ്കിൽ എല്ലാം വളരെയധികം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ശീലിച്ചിട്ടുണ്ടാകും. അടുത്ത സ്റ്റെപ്പ് എന്നോണം നിങ്ങളുടെ ചുറ്റിലുമുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ടാകും. അപ്പോൾ തുടർന്നും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ രാവിലെ ഉണർന്നു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു ഹീലിംഗ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൈമിൽ കൃത്യമായിട്ട് എഴുതണം എന്നില്ല, നിങ്ങളത് പറയുക. നിങ്ങളെ ചുറ്റിലുമുള്ള ഓരോ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ത്രൂ ഔട്ട് ദ ഡേ നിങ്ങളെപ്പോഴും നിങ്ങൾക്കുള്ള ഓരോ കാര്യങ്ങൾക്കും, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും, ഓരോ നിമിഷവും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഈശ്വരനോട് നന്ദിയുള്ളവരായിട്ടിരിക്കുക. കേട്ടിയ അത്തരത്തിലിരിക്കുമ്പോഴാണ് കൂടുതൽ അബണ്ടൻസ് നമ്മളിലേക്ക് വന്ന് നിറയുന്നത്. അല്ലാതെ നമ്മൾ എനിക്ക് ഒന്നും ഇല്ല, ലാക്ക് എന്നുള്ളൊരു എനർജിയാണ് നിങ്ങൾ യൂണിവേഴ്സിലേക്ക് നൽകുന്നതെങ്കിൽ അതേ എനർജി തന്നെയാണ് തിരിച്ചും വരുന്നത്. ഓക്കെ ഡിയർ, അത് കൂടിക്കൊണ്ടിരിക്കും ആ ഒരു ലാക്ക്നെസ്. അതുകൊണ്ട് എപ്പോഴും എന്ത് കാര്യം ചെയ്താലും ഏതൊരു മൊമെൻറ്റിലും നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. നിങ്ങളെപ്പോഴും നിങ്ങളോട് പോസിറ്റീവായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുക. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്നോണം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രോബ്ലം ചൂസ് ചെയ്യുക. ഓക്കെ ഡിയർ, ആ ഒരു പ്രോബ്ലത്തെയാണ് നമ്മൾ ഹീൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂ ആണുള്ളതെന്ന് ഇരിക്കട്ടെ. ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളൊരു വ്യക്തിക്ക് അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രോബ്ലം. അപ്പോൾ അതാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ അഫേം ചെയ്യേണ്ടതെന്ന് ഞാൻ ആദ്യം പറയാം. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂ ആകുമ്പോൾ നമ്മുടെ ബോഡിയാണ് എഫക്റ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആ ബോഡിയോട് നമുക്ക് സോറി പറയാം. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ബോഡിയെ മുമ്പ് കെയർ ചെയ്തിട്ടുണ്ടാവില്ല. നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ കെയർ ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോഴായിരിക്കും നമ്മുടെ ആ ഒരു ബോഡിയുടെ ഇമ്പോർട്ടൻസ് നമുക്കൊരു ഇഷ്യൂ വന്ന ശേഷമായിരിക്കും മനസ്സിലാക്കുന്നത്. ആ ബോഡിക്ക് ഒരു പെയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു സഫറിങ്സോ വരുമ്പോഴാണ് നമ്മളത് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അതിന് ബോഡിയോട്, ഈ ബോഡി ഉണ്ടെങ്കിലല്ലേ നമ്മളുള്ളൂ. അപ്പോൾ ബോഡിയോട് സോറി പറയാം. കേട്ടിയ ഐ എം സോറി മൈ ബോഡി എന്ന് പറയാം. അടുത്ത് പ്ലീസ് ഫോർഗീവ് മീ മൈ ബോഡി എന്ന് പറയാം. ഞാൻ എൻ്റെ ശരീരത്തെ ശ്രദ്ധിക്കാതെ പോയതില്ല, അത്രയും കെയർ ചെയ്യാതെ പോയതില്ല, നർച്ചർ ചെയ്യാതെ പോയതില്ല. ചിലപ്പോൾ നിങ്ങൾ സമയത്തിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവില്ല, വെള്ളം കൊടുത്തിട്ടുണ്ടാവില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല നിങ്ങളുടെ ശരീരത്തെ. അതിനൊക്കെയും ഒരു മാപ്പ് ചോദിക്കുക, ഫോർഗീവ്നെസ് ചോദിക്കുക. പിന്നെ നിങ്ങളിങ്ങനെ കൊണ്ട് നടക്കുന്നതിന് നിങ്ങളുടെ ബോഡിയോട് നന്ദി പറയാം. ഇപ്പോഴും ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോരുന്നുണ്ടല്ലോ, അതിന് നന്ദി പറയാം. ആ ഒരു ബോഡി കുറേയധികം പെയിനൊക്കെ സഫർ ചെയ്തിട്ടുണ്ടാകും ഇത്രയും കാലഘട്ടത്തിനിടയ്ക്ക്. അപ്പോൾ ബോഡി ഒരു അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമ്മൾ ഒരു കൺസിഡറേഷൻ കൊടുക്കാത്തത് കൊണ്ടാണ്. ബോഡിയോട് നന്ദി പറയാം. അതുപോലെ ഐ ലവ് യു എന്ന് പറയാം. ഐ ലവ് യു മൈ ബോഡി എന്ന് പറയാം. ഓക്കെ ഡിയർ, അപ്പോൾ മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി ഒന്ന് കെയർ ചെയ്യാനായിട്ട് തോന്നും. നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾക്ക് സ്നേഹം തോന്നും. നിങ്ങൾ പാമ്പർ ചെയ്യാനായിട്ട് തുടങ്ങും. നിങ്ങളുടെ ഹെഡ് മുതൽ നിങ്ങളുടെ ടോ വരെ, നിങ്ങളുടെ തലമുടി മുതൽ നിങ്ങളുടെ കാൽനഖം വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓരോന്നും ശ്രദ്ധിച്ച് വരും. ഇപ്പോൾ നിങ്ങൾ അതിനുശേഷം നിങ്ങൾ ഓരോന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊണ്ടുവരാം. നിങ്ങളുടെ ഹെയറൊക്കെയും നല്ല രീതിയിൽ ചിലപ്പോൾ ഗ്രോത്തിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഹെയർ പാക്സൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതൊക്കെ ചെയ്യണം. ഓക്കെ ഡിയർ, ചിലപ്പോൾ എന്തെങ്കിലും നമ്മുടെ തലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുമോ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുമോ. അങ്ങനെ നിങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ശ്രദ്ധിച്ച് വരാം. ഈ ഒരു 21 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ബോഡി നിങ്ങളെ കെയർ ചെയ്ത് പാമ്പർ ചെയ്ത് നിങ്ങളുടെ ഒരു നെക്സ്റ്റ് വേർഷനാക്കി മാറ്റിയിരിക്കണം ബോഡി വൈസ്. ക്ലിയർ? ഇപ്പോൾ ഡ്രസ്സൊക്കെ നല്ലത് വാങ്ങി നിങ്ങളുടെ ബോഡിക്ക് അത് നൽകാം. നിങ്ങളുടെ അത്രയും നല്ല രീതിയിൽ നിങ്ങളുടെ ബോഡിയെ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ഭംഗിയാക്കി കൊണ്ട് നടക്കാം. ഓക്കെ, അങ്ങനെ നല്ല ചപ്പൽ, നിങ്ങളെ എത്രത്തോളം നിങ്ങളുടെ ബോഡിയെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റും, അഡ്മയർ ചെയ്യാൻ സാധിക്കും, അത്രയും ചെയ്യാം ഈ ഒരു 21 ഡേയ്സ്.
ഈ 21 ഡേയ്സ് മാത്രമല്ല, പിന്നെ നമ്മൾ അങ്ങോട്ടും മുഴുവനും അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, ഈ ഒരു ശരീരം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നമ്മളിത് കെയർ ചെയ്യാറില്ല. നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു ജീവനും കൊണ്ട് നമ്മളിങ്ങനെ ഓടി നടക്കുകയാണ് എല്ലാത്തിലും. പക്ഷെ നമ്മൾ അതിന് ഏറ്റവും ഒരു ടൂളായിട്ടുള്ള ശരീരത്തെ നമ്മൾ ശ്രദ്ധിക്കാറില്ല പലപ്പോഴും. അതെവിടെയെങ്കിലും ഒരു പെയിന് വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കാറ്. ഓക്കെ, അപ്പോൾ ഇനി അതാ ചെയ്യരുത്. ശരീരത്തെ ശ്രദ്ധിക്കുക, സ്നേഹിക്കുക, അഡ്മയർ ചെയ്യുക. അതല്ല, നിങ്ങൾക്ക് മറ്റു വല്ല പ്രശ്നങ്ങളാണെങ്കിൽ, ഇപ്പോൾ മണി ഇഷ്യൂസ് ആണെങ്കിൽ, അതേസമയം മണിയോടും നിങ്ങൾക്ക് ഇതുപോലെ പറയാം. നമ്മൾ ചിലപ്പോൾ കാശ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, ആ കാശിൻ്റെ ആ ഒരു അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് മണിയോട് എപ്പോഴെങ്കിലൊക്കെ നമ്മൾ മണിയോട് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പെരുമാറിയിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് സോറി പറയാം, ഐ എം സോറി മണി എന്ന് പറയാം. മണി ഒരു എനർജിയാണ്. ആ ഒരു കാശുണ്ടെങ്കിലാണ് നമുക്ക് അത്രയും സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കുക. അതുപോലെ ഫോർഗീവ്നെസ് ചോദിക്കുക. ഞാൻ എന്തെങ്കിലും തെറ്റ് ഈ പണം എന്നുള്ള എനർജിയോടെ, ഒരു പോസിറ്റീവ് എനർജിയോടെ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫോർഗീവ്നെസ് നൽകണമെന്ന് പറയാം. അതുപോലെ താങ്ക് യു പറയാം. നിങ്ങളുടെ കയ്യിലിപ്പോൾ അത്യാവശ്യത്തിന് കുറച്ച് ക്യാഷെങ്കിലും ഉണ്ടാവുമല്ലോ, അതിന് താങ്ക് യു പറയാം. ഇപ്പോഴും എനിക്കിപ്പം നിലനിൽക്കുന്നതിന് മണി എന്നുള്ള എനർജിക്ക് ഒരുപാട് നന്ദി എന്ന് പറയാം. അതുപോലെ തന്നെ ലവ് യു പറയാം. ഞാൻ ഈ പണം എന്നുള്ള എനർജിയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയാം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടും പറയണം. എന്ന് വെച്ചാൽ നമുക്കൊരു സ്നേഹം ഉണ്ടായിരിക്കണം ആ ഒരു എനർജിയോട്. ചിലർക്ക് ആ ഒരു സ്നേഹം ഉണ്ടാകത്തില്ല. ഓക്കെ, നമ്മൾ കുറേയധികം കഷ്ടപ്പെടുന്നു, ക്യാഷ് ഉണ്ടാക്കുന്നു, അത് ചിലവാക്കുന്നു, സേവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് ആ ഒരു ലവിങ് നേച്ചർ പണത്തോടില്ലെങ്കിൽ, ആർത്തിയല്ല, ഒരു സ്നേഹം ഉണ്ടാവണം. ഓക്കെ, ഒരു സ്നേഹം ഉണ്ടാകുമ്പോൾ നമ്മൾ അതനുസരിച്ച് വളരെ നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം ചിലവാക്കും. നമ്മൾ വളരെ നല്ല രീതിയിൽ മണിയെ നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ സേവ് ചെയ്ത് വെക്കും. ഒരു സേവിങ് നേച്ചറൊക്കെ വരും. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് ഈ ഒരു ഹോപ്പണപ്പണോ യൂസ് ചെയ്യാം. എന്താണോ നിങ്ങളുടെ പ്രോബ്ലം, ഇപ്പോഴത്തെ പ്രോബ്ലം, ആ ഒരു പ്രോബ്ലത്തിനനുസരിച്ച് ഈ ഒരു 21 ഡേയ്സ് ഞാൻ ഹെൽത്തും മണിയും ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ പ്രോബ്ലം എന്താണോ അതനുസരിച്ച് ഈ ഹോപ്പണപ്പണോ നിങ്ങൾ യൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞ രീതിയിൽ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ ഡിയർ. അപ്പോൾ മണിയാണെങ്കിൽ മണി വെക്കാനൊക്കെ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ഒരു നല്ല പേഴ്സൊക്കെ വാങ്ങി അതിനകത്ത് ക്യാഷൊക്കെ സൂക്ഷിച്ച് വെച്ച് ക്യാഷിനെയൊക്കെ ഇടയ്ക്കെടുത്തൊന്ന് സ്നേഹിച്ച് ചെയ്യണം. ആ ഒരു പണിയോട് ആ ഒരു സ്നേഹം, ഒരു ലവ്, അതൊക്കെ നമ്മൾ പ്രകടിപ്പിക്കണം. ഓക്കെ ഡിയർ. അപ്പോഴാണ് നമ്മളിലേക്ക് അങ്ങനെ പണം അത്രയും സ്നേഹത്തോടു കൂടി നമ്മളിലേക്കും വരിക. ഓക്കെ, ഇതൊക്കെയും ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഹീലിങ്ങിൻ്റെ പാർട്ടായിട്ട് നിങ്ങൾ എടുക്കുക. അപ്പോൾ ആ ഒരു ബ്ലോക്കേജ് അവിടെ മണിക്കുണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്കേജ് മാറിയിട്ട് നിങ്ങളിലേക്ക് ഒഴുകിയെത്തും. ഓക്കെ, നിങ്ങളത് ചെയ്യാം. നിങ്ങളുടെ ആ ഒരു പ്രോബ്ലത്തിന്, ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോബ്ലത്തിന് വളരെ നല്ലൊരു സൊല്യൂഷൻ ആകട്ടെ ഈ ഒരു ഹീലിംഗ് എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു ഡിയർ. താങ്ക് യു സോ മച്ച്.